ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു യൂണിക്ക് ഡിസൈനിലുള്ള ഒരു അടിപൊളി സിമൻറ്റ് ചെടിച്ചട്ടി. അപ്പോൾ എന്തായാലും ഈ ചെടിച്ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മോൾഡിന് പകരം പഴയൊരു പ്ലാസ്റ്റിക് ബക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് പഴയൊരു പ്ലാസ്റ്റിക് ബക്കറ്റാണ്. അപ്പം പഴയൊരു പ്ലാസ്റ്റിക് ബക്കറ്റും അതിനകത്ത് കൊള്ളുന്ന ഏകദേശം 1 ഇഞ്ച് അതിനേക്കാളും വണ്ണം കുറഞ്ഞ മറ്റൊരു ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ചെറിയ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വലിയ ബക്കറ്റിൻ്റെ അടിവശത്ത് കുറച്ച് മണൽ അല്ലെങ്കിൽ പാറപ്പൊടി നമുക്ക് ഒരു ഏകദേശം 1 ഇഞ്ച് കനത്തിന് അടി സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ചെറിയ ബക്കറ്റ് എടുത്ത് വയ്ക്കുമ്പോൾ ഏകദേശം പൊക്കം മുകൾ ഭാഗം നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും മണലുമാണ്. അപ്പം സിമൻറ്റ് 1 മണൽ 1 എന്ന തുല്യ അളവിൽ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. അപ്പം സിമൻറ്റ് വെള്ളം കൂടി പോകാതെ ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് വെള്ളം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അകത്തുള്ള ബക്കറ്റ് ഇപ്പോൾ തന്നെ ഇളക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ബക്കറ്റ് സെൻറ്റർ ഭാഗത്ത്, വലിയ ബക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ചുറ്റാതെ കോരി നിറയ്ക്കാം. ചുറ്റാതെ കോരി നിറച്ച് ഏകദേശം ടോപ്പ് മട്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല കമ്പോ അല്ലെങ്കിൽ കമ്പിയോ ഉപയോഗിച്ച് അല്ലെങ്കിൽ മരത്തിൻ്റെ ഏതെങ്കിലും മരകഷ്ണം ഉപയോഗിച്ച് നല്ലവണ്ണം മുകൾ സൈഡിൽ കുത്തി നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടി സൈഡിൽ എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഏകദേശം ഫില്ലായിക്കോളും. അപ്പം നല്ലവണ്ണം ബക്കറ്റിൻ്റെ ചുറ്റാതെ എല്ലാ സൈഡിലും ഒന്ന് തട്ടി കൊടുക്കുമ്പം എല്ലാ സൈഡിലും സിമൻറ്റ് താഴോട്ട് ഇറങ്ങിക്കോളും. അത് കഴിഞ്ഞ് ഏറ്റവും മുകൾ സൈഡിൽ വീണ്ടും കോരിയിട്ട് നിറച്ച് അവിടെ ഒന്ന് കരണ്ടി കൊണ്ട് തേച്ച് റൗണ്ടിന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ മുകൾ ഭാഗം മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അകത്ത് വെച്ചേക്കുന്ന ആ ചെറിയ ബക്കറ്റ് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അകത്ത് വെച്ചിരിക്കുന്ന ബക്കറ്റ് അപ്പോൾ തന്നെ ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു ചെറിയൊരു നനവ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ആ ബക്കറ്റ് ഇളക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹോൾ ഭാഗത്ത്, ബക്കറ്റ് ഇളക്കിയതിൻ്റെ ആ ഹോൾ ഭാഗത്ത് മണലല്ലെങ്കിൽ പാറപ്പൊടി മറ്റെന്ത് വേണോ, മണ്ണ് വേണോ, എന്ത് വേണോ നമുക്ക് വാരി നിറയ്ക്കും. അപ്പോൾ ആ ടോപ്പ് മട്ടത്തിന് പാറപ്പൊടി അല്ലെങ്കിൽ മണൽ കോരി നിറയ്ക്കും. എന്നിട്ട് നമുക്ക് അടുത്ത സിമൻറ്റ് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മുകൾ ഭാഗം മൊത്തത്തിൽ ഏകദേശം 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ ബക്കറ്റിനകത്ത് ഓയിലൊന്നും പുരട്ടിയില്ലായിരുന്നു. അപ്പം കാരണം ഓയിൽ പുരട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ വലിയ ബക്കറ്റ് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ അത് കാണിക്കുന്നുണ്ട്. അപ്പം ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഈ വീഡിയോയിൽ. അപ്പോൾ മുകൾ ഭാഗവും കൂടെ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിന് തന്നെ തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പം
ആ എൻഡ് ഭാഗം മാത്രം ഒരു ചെറിയ റൗണ്ടിന് ചരിച്ച് തേച്ചിട്ട് മുകൾ ഭാഗം നല്ല നിരപ്പിന് തന്നെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത് നമുക്ക് ഒരു PVC പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണം കൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ ഇട്ടേക്കാം. ഇപ്പോൾ ഹോളിട്ട് ഏകദേശം ഒരു 3-4 ദിവസം നല്ലവണ്ണം വെള്ളമൊഴിച്ച് നനച്ചെടുക്കുക. കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും നല്ലവണ്ണം നനയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നനച്ചതിന് ശേഷം പിന്നെ നല്ല ചൂട് തിളയ്ക്കുന്ന വെള്ളം നമുക്ക് ബക്കറ്റിൻ്റെ മുകൾ സൈഡിലോട്ട് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനകത്തുള്ള ആ മണലും എല്ലാം നമുക്ക് കോരി മാറ്റി അതിനകത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇപ്പം മണലെല്ലാം കോരി മാറ്റി നമുക്ക് ചെടിച്ചട്ടിയുടെ ഇനി മുകൾ സൈഡ് വരുന്ന ആ ഭാഗമൊക്കെ ഒരു ലെവൽ കിട്ടാൻ വേണ്ടി കുറച്ച് കരണ്ടിക്കൊക്കെ കൊത്തി കളയണം. അത് കഴിഞ്ഞ് പേപ്പർ ഒന്ന് പിടിച്ച് മൊത്തം തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, അടി സൈഡും മുകൾ സൈഡും. അപ്പോൾ പേപ്പറെല്ലാം പിടിച്ച് തീർന്നിട്ട് ഒന്ന് ഉണങ്ങാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മുകൾ സൈഡ് നല്ല ലെവൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വൈറ്റ് സിമെൻറ്റ് മാത്രമാണ് എടുത്തേക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കട്ടിക്ക് തന്നെ മിക്സ് ചെയ്ത് മുകൾ ഭാഗമൊക്കെ നമുക്ക് പുട്ടി ബ്ലേഡ് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് നല്ല കട്ടിക്ക് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും ഒരു 3-4 കോട്ട് നല്ല കട്ടിക്ക് തന്നെ വൈറ്റ് സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കണം ചെടിച്ചട്ടി മൊത്തത്തിലായിട്ട്. അക സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക സൈഡും നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് തന്നെ നല്ല കട്ടിക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഏകദേശം ഒരു 3-4 കോട്ടെങ്കിലും നല്ല കട്ടിക്ക് കലക്കി തടുപ്പൊക്കെ കിടന്നാലും വിഷയമില്ല. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പേപ്പർ പിടിച്ചെടുക്കാം. ഇപ്പോൾ പേപ്പറിൻ്റെ അളവ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പേപ്പർ 80-ൻ്റെതും രണ്ടാമത്തെ പേപ്പർ 180-ഉം. അപ്പോൾ ഈ 2 പേപ്പർ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെടിച്ചട്ടി ഏകദേശം നല്ല ഫിനിഷിങ് ചെയ്ത് കിട്ടും.